കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? എന്റെ കഥയുടെ പേരാണ് അനീതിപ്രാവ്. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു അനീതിപ്രാവും ഒരു ചേട്ടത്തിപ്രാവും ഉണ്ടായിരുന്നു. ചേട്ടത്തിപ്രാവ് വളരെ ദുഷ്ടയായിരുന്നു. അനീതിപ്രാവിനെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. കിട്ടുന്ന ആഹാരത്തിൽ വലിയ പങ്ക് ചേട്ടത്തിപ്രാവ് എടുക്കും. അനീതിപ്രാവ് എന്ത് പറഞ്ഞാലും അനീതിപ്രാവ് ഒന്നും പറയില്ല. എല്ലാം സഹിച്ച് ഇല്ലാതിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേട്ടത്തിപ്രാവും അനീതിപ്രാവും തീറ്റ തേടി നടക്കുമ്പോഴായിരുന്നു അതാ കിടക്കുന്നു കുറേ പഴമണികൾ. ആഹാ, ഇത് കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേട്ടത്തിപ്രാവും അനീതിപ്രാവും കൊത്തിപ്പറക്കി സഞ്ചിയിലാക്കി കൂട്ടിലേക്ക് പറന്നുപോയി. കൂട്ടിൽ ചെന്ന ചേട്ടത്തിപ്രാവ് അത് അളന്നു നോക്കിയിട്ട് അനീതിപ്രാവിനോട് പറഞ്ഞു, ഇത് കൃത്യം ഒരു നാഴി പയറുണ്ട്. ഇത് നീ വറുത്ത് വെച്ച് ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് വരാം. ഒരു മണി പയർ പോലും നീ തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചേട്ടത്തിപ്രാവ് പുറത്തേക്ക് പറന്നുപോയി. അപ്പോഴത്തേക്കും അനീതിപ്രാവ് വറക്കാൻ തുടങ്ങി. വറുത്ത ശേഷം കുറച്ച് കഴിഞ്ഞ് ചേട്ടത്തിപ്രാവ് തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, ഇത് നീ വറുത്ത് വെച്ചോ? അനീതിപ്രാവ് പറഞ്ഞു, ആ ചേട്ടത്തി, പയറുമണികൾ വറുത്ത് വെച്ചു. ആ അളവ് പാത്രം ഇങ്ങനത്തെ ഞാനൊന്ന് നോക്കട്ടെ, ഇതിന് എനിക്ക് അത്ര വിശ്വാസമില്ല എന്നും പറഞ്ഞ് ചേട്ടത്തിപ്രാവ് അളവ് നോക്കിയ ചേട്ടത്തിപ്രാവ് ദേഷ്യത്തോടെ പറഞ്ഞു, ഒരു കള്ളി, ഇത് നീ കട്ട് തിന്നല്ലേ, നിന്നെ ഞാനൊന്ന് വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ചേട്ടത്തിപ്രാവ് അനീതിപ്രാവിനെ കൊത്താൻ തുടങ്ങി. കൊത്തി അനീതിപ്രാവിനെ കൊന്നു. പിന്നീട് ഒരിക്കൽ ചേട്ടത്തിപ്രാവ് തീറ്റ തേടി നടക്കുമ്പോഴായിരുന്നു അതാ കിടക്കുന്നു കുറേ പരമണികൾ. ആഹാ, ഇത് കുറേ ഉണ്ടല്ലോ. അതൊക്കെ കൊത്തിപ്പറക്കി സന്ധിയിലാക്കി കൂട്ടിലേക്ക്